നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒമാനിലെ പ്രവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പണം അയക്കുമ്പോൾ നേരായ മാർഗത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇനി വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. വാർത്തയിലേക്ക്. നാട്ടിലേക്ക് പണം അയക്കുക എന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ്. പലപ്പോഴും അങ്ങനെയാണ്. എന്നാൽ വാസ്തവത്തിൽ മുൻപത്തെ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പണം പ്രിയപ്പെട്ടവർക്ക് അയക്കുക എന്നത് ഭാരിച്ച പണിയല്ല. കാലം ഒത്തിരി മാറിയപ്പോൾ പ്രിയപ്പെട്ടവർക്ക് പണം അയക്കുമ്പോൾ വലിയ തടസ്സങ്ങളൊന്നും തന്നെ പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്നില്ല. എന്നാൽ പലപ്പോഴും അനധികൃതമായി സമ്പാദിച്ച കാശ് അനധികൃതമായ വഴിയിലൂടെ പലപ്പോഴും പലരും അയക്കാറുണ്ട്. ഇനി മുതൽ അത്തരത്തിൽ നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികളെ പിടികൂടാൻ ഒമാൻ ഭരണകൂടം നിരീക്ഷണം കർശനമാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കുഴൽപ്പണം ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ രാജ്യത്ത് നിന്ന് വൻതോതിൽ പണമയക്കപ്പെടുന്നുണ്ട് എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ തന്നെ. ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒമാൻ സെൻട്രൽ ബാങ്കിന്റെ സഹായത്തോടെ മാനപവർ മന്ത്രാലയം പ്രത്യേക സമിതിക്ക് രൂപം നൽകുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രവാസികൾ അത്തരത്തിൽ നിയമവിരുദ്ധമായ തരത്തിൽ പണമിടപാടുകൾ നടത്താതിരിക്കുക, പണം നാട്ടിലേക്ക് അനധികൃതമായി അയക്കാതിരിക്കുക. അതേസമയം ഒമാനിൽ തന്നെയുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ വഴി പണം നൽകുകയും നാട്ടിലുള്ള മറ്റ് വ്യക്തികൾ ഇവരുടെ പേരിൽ പണം വീട്ടിലെത്തിക്കുകയും ചെയ്യുകയാണെന്നും ഒമാൻ മാൻപവർ മന്ത്രാലയം ലേബർ വെൽഫെയർ ഡയറക്ടർ ജനറൽ സലീം അൽ ബാദി ആരോപിക്കുന്നുമുണ്ട്. നിയമവിരുദ്ധമായ ഇത്തരം പ്രവൃത്തികൾ കണ്ടെത്താൻ തികച്ചും പ്രയാസമാണ്. എന്നാൽ ഒമാൻ കേന്ദ്ര ബാങ്ക് ഇത്തരത്തിൽ സവിശേഷ ശ്രദ്ധ പുലർത്തുകയാണെന്നും ഇത്തരക്കാരെ കണ്ടെത്താൻ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഒമാനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഒമാൻ ടിവിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. എന്തായാലും പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവാസികൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കാശ് അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് കാലം മാറിയപ്പോൾ എല്ലാം ഫാസ്റ്റായി. വെസ്റ്റേൺ മണി പോലുള്ള ഒത്തിരി പുതിയ വഴികളൊക്കെ വന്നപ്പോൾ അതിനൊക്കെ ഒത്തിരി ഫാസ്റ്റ് വഴികളുമായി. എന്തായാലും ഇനി പൈസ അയക്കുമ്പോൾ പ്രവാസികൾ ശ്രദ്ധിക്കുക, കുഴൽപ്പണം പോലുള്ള രീതിയിലൊന്നും പണം നാട്ടിലേക്ക് എത്തിക്കാതിരിക്കുക. അങ്ങനെ എത്തിച്ചാൽ ഒമാൻ ഭരണകൂടത്തിന്റെ പിടി വീഴുമെന്ന് ഉറപ്പാണ്. പിടി വീണ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണക്കല്ല, കേസ് ബലക്കും, അവിടെ നിന്ന് ഊരിപ്പോവാനും കുറച്ച് പാടുപെടും. പ്രവാസി മലയാളി എപ്പോഴും പ്രവാസികൾക്ക് സഹായകമായ ഒത്തിരി വാർത്തകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊരു ഇൻഫോർമേഷൻ എന്ന രീതിയിലാണ് ഈ വാർത്ത ഇന്നിവിടെ ഉൾപ്പെടുത്തിയത്. പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.